ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ മമ്മൂക്കിയുടെ പുതിയ സിനിമയായിട്ടുള്ള കളങ്കാവലിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിലെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗാണിത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക വില്ലൻ ആണെന്നാണ് പൊതുവെ പറയുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നെ പറയുന്നത് സൈനിഡ് മോഹൻ എന്ന പേരുള്ള ഒരു കുറ്റവാളി ഉണ്ട്. ആ ഒരു കുറ്റവാളിയായിട്ടാണ് മമ്മൂക്ക വരുന്നതെന്നാണ്. സോ സൈനിഡ് മോഹന്റെ കഥയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും 20ഓളം സ്ത്രീകളെ അതിക്രൂരമായിട്ട് ഈ പറയുന്ന സൈനിഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സൈനിഡ് മോഹൻ. ഇവിടെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വിനായകന്റെ ആക്ടിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ആൻഡ് പവർഫുൾ ആണ്. കാരണം വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് അഭിനയിക്കാൻ ഇപ്പോൾ വിനായകന് വല്ലാത്തൊരു കഴിവാണ്. അദ്ദേഹം റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് നമുക്ക് അത്ര നല്ലൊരു വ്യക്തിയൊന്നും അല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം അഭിനയത്തിന്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. അത് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ചെറിയ 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 ഡയലോഗേ ഉള്ളൂ, പക്ഷേ അയാളുടെ കണ്ണിൽ ആ ഒരു നാച്ചുറാലിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മമ്മൂക്കയ്ക്കെതിരെ ഒരാൾ അഭിനയിക്കുമ്പോൾ ഒരുപാട് നടന്മാരില്ലേ, എന്തുകൊണ്ട് വിനായകനെ ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ ഏക ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഈ ആക്ടിങ്. നമ്മുടെ രജനീകാന്തിന് വരെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ആക്ടിങ് സ്പെഷ്യാലിറ്റി തന്നെയാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മമ്മൂക്കയെ കാണിക്കുന്ന സമയത്ത് ഒരു കൊടൂര വില്ലനിസം അല്ലെങ്കിൽ ചോര കണ്ട അറപ്പ് മാറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് സാധനമാണ് മമ്മൂക്കയെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്നല്ല, ആ ഒരു സംസാരത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു മമ്മൂക്കയാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്ന രീതിയിലാണ് ഈ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൊതുവേ മലയാള സിനിമയിൽ ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിലുള്ള എക്സ്ട്രീം ലെവലിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവം ക്യാരക്ടർ കാണിക്കാനായിട്ട് പറ്റുമോ അതെല്ലാം തന്നെ ഇങ്ങനെ കാണിച്ച് വരുന്നുണ്ട്. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ, ആ ഒരു സിനിമയിൽ സംസാരിക്കുന്ന വിഷയം സത്യത്തിൽ വല്ലാതെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിളായിട്ട് കാണിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ, അതിക്രൂരമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ മലയാള സിനിമയിൽ ഈ അടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കളങ്കാവലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനൊരു എക്സ്ട്രീം ലെവൽ വേർഷൻ തന്നെയായിരിക്കും കളങ്കാവലിൽ ഉണ്ടാവുക. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരതകളായിരിക്കും. പക്ഷേ ആ ഒരു കാര്യം ചെയ്യുന്നത് മമ്മൂക്കയാണ് എന്നുള്ളൊരു തോന്നലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. മമ്മൂക്ക അങ്ങനെയൊക്കെ ചെയ്യുമോ, ആ ഒരു രീതിയൊക്കെ മൂപ്പര് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. മമ്മൂക്ക കളങ്കാവലിൽ സൈനിഡ് മോഹനായിട്ടാണ് വരുന്നതെങ്കിൽ സൈനിഡ് മോഹന്റെ കഥ അല്ലെങ്കിൽ ആ ഒരു ക്രൈം സ്റ്റോറി പൂർണ്ണമായിട്ട് ഞാൻ കേട്ടൊരു വ്യക്തിയാണ്, അറിഞ്ഞൊരു വ്യക്തിയാണ്, മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതിൽ ഒരു വില്ലനെ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പൊതുവെ ഒരു വില്ലനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഭാഗത്ത് അവന്റെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാവും, അവനെ ആ രീതിയിലേക്ക് ആക്കിയ സമൂഹം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടെ സൈനിഡ് മോഹന്റെ കഥയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഞാൻ മനസ്സിലാക്കിയതില്ല. ചിലപ്പോൾ സിനിമയല്ലേ, അതിൽ അങ്ങനെ വല്ല സ്റ്റോറി കൂടെ കൊടുക്കുന്നുണ്ടാവാം. ഇവിടെ സൈനിഡ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബോൺ ക്രിമിനൽ തന്നെയാണ്. അദ്ദേഹം എന്താ പറയാ, കൊലപ്പെടുത്താൻ വേണ്ടി ജനിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് വില്ലന്മാരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. വില്ലനിസം അത് അയാളുടെ ഒരു ആക്ടിങ് കരിയറിൽ ബെസ്റ്റ് പെർഫോമൻസ് എന്ന രീതിയിൽ എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. മുമ്പൊന്നും അത് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വില്ലൻ ആണെങ്കിൽ കൂടിയും അയാൾ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ റേഞ്ചാണ്. നായകൻ മാറി നിന്നു, നായകൻ അടുത്ത് പോലും എത്തില്ല എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലവരായിട്ട് മാത്രം അഭിനയിച്ച നടന്മാര് വില്ലനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അധികം താമസമൊന്നും വേണ്ട. കാരണം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ടിങ് സ്കില്ലാണ് അവിടെ എല്ലാവരും ഇപ്പോൾ നോക്കി കാണുന്നത്, അല്ലാണ്ട് അത് നായകനാണോ വില്ലനാണോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ മമ്മൂക്ക ചെയ്യാൻ പാടില്ലാത്ത പല രംഗങ്ങളും ചെയ്തു എന്ന് വരാം. അതൊക്കെ വലിയൊരു സസ്പെൻസ് ആണ്. എന്തായാലും മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുന്ന സമയത്ത് പുതുമകൾ തേടി പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എന്തും അക്സെപ്റ്റ് ചെയ്യും. കളങ്കാവൽ സിനിമയുടെ ട്രെയിലർ കംപ്ലീറ്റ് സസ്പെൻസ് തന്നെയാണ്. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഡീകോഡ് ചെയ്ത് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ ഈ പറയുന്ന സൈനിഡ് മോഹന്റെ ആ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഈ ട്രെയിലറിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് നല്ല രീതിയിൽ കണ്ടു. അപ്പം എനിക്ക് 2-3-4 തവണ കണ്ടു. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടോ, ആരെങ്കിലും പറയുന്ന വല്ല വാക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ നിന്നും വേറെ ഒന്നും എടുക്കാൻ കഴിയുന്നില്ല. മമ്മൂക്ക അവസാനം പറയുന്ന ആ ഒരു ഡയലോഗ് മാത്രമേ സൈനിഡ് മോഹന്റെ ആ ഒരു ഇതുമായി ബേസ് ചെയ്തിട്ട് വരുന്നുള്ളൂ. അത് നമുക്ക് ഉറപ്പിക്കാനും പറ്റാത്തൊരു കാര്യമാണ്. ബാക്കിയൊന്നും അങ്ങനെയല്ല പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ട്രെയിലറിൽ നിന്ന് ഒരു തേങ്ങയും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എനിവേ, നിങ്ങളെ പോലെ ഞാനും വെയിറ്റിംഗ് ആണ് കളങ്കാവൽ സിനിമയിൽ മമ്മൂക്ക എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറയാമെന്ന് വെച്ചതാണ്. ബാബു രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് വേറെ റേഞ്ചാണ്. ക്രൈം സ്റ്റോറിയൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു അവസ്ഥയായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ കൊണ്ടാണ് ആദ്യം, അദ്ദേഹത്തിന്റെ ഫേസ് ആണ് ശരിക്കും ഈ ഒരു ട്രെയിലറിൽ ആദ്യം വന്നിരിക്കുന്നത്. അതെന്തായാലും അടിപൊളിയായി. ഞാൻ മൂപ്പരുടെ വലിയൊരു ഫാനാണ്. അത് വല്ലാത്തൊരു കഥയാണ്. അപ്പൊ ആ ഒരു വല്ലാത്തൊരു കഥയാണ് കളങ്കാവൽ സിനിമയും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.